ഈ ഒരു വാർത്ത ഞാൻ കൊടുത്തതല്ല, മീഡിയ വൺ കൊടുത്തതാണ്. പി.കെ. ബഷീർ സാഹിബിനെതിരെ, അതായത് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പി.കെ. ബഷീർ സാഹിബിനെതിരെ, ഇപ്പോഴത്തെ മന്ത്രിക്കെതിരെ പ്രമേയം പാസ്സാക്കിയത് കൊണ്ടോട്ടിയിലെ മുസ്ലിം ലീഗാണ്, ഞാനല്ല. അത് വാർത്ത കൊടുത്തു, മീഡിയ വണ്ണ് കൊടുത്തു, അതേപോലെ തന്നെ ഞാൻ കൊടുത്തു, മറ്റു വാർത്താ പ്ലാറ്റ്ഫോമുകളൊക്കെ കൊടുത്തു. അതിന് വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്താ കാര്യം? ഇതിപ്പോൾ ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ എന്തെങ്കിലും വാർത്തയോ മറ്റോ ആണോ? ഞാൻ ഇന്ന് വരെ കെട്ടിച്ചമച്ച് ആർക്കെതിരെയും വാർത്ത ഉണ്ടാക്കിയിട്ടില്ല. ഇതെന്താ സംഭവം? EMEA കോളേജിൽ അഡ്മിഷൻ കോഴ, മന്ത്രി പി.കെ. ബഷീറിനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രമേയം. ആ വാർത്തയും കൂടി ഞാൻ വായിക്കാം. മന്ത്രി പി.കെ. ബഷീറിനെതിരെ പ്രമേയവുമായി ആര്? മുസ്ലിം ലീഗ്. കൊണ്ടോട്ടി EMEA കോളേജിന്റെ സീറ്റിന് കോഴ വാങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രമേയം. അതാണ് വിഷയം. പി.കെ. ബഷീർ കോളേജിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. ആരാവശ്യപ്പെടുന്നത്? മുസ്ലിം ലീഗ്. യാസർ പൂക്കോട്ടുംപാട അല്ല, മുസ്ലിം ലീഗ്. തേഞ്ഞിപ്പാലം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് മൺസൂൺ ക്യാമ്പ്, ആ മൺസൂൺ ക്യാമ്പിലാണ് ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അവർ പറയുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് 25,000 രൂപ, ആര് പറയുന്നത്? മുസ്ലിം ലീഗ് കേട്ടോ. 25,000 രൂപ മുതൽ 50,000 രൂപ വരെ വാങ്ങുന്നതായാണ് ആരോപണം. പ്രമേയ അവതരണത്തിന്റെ ദൃശ്യങ്ങൾ ആർക്ക് ലഭിച്ചു? മീഡിയ വണ്ണിന് ലഭിച്ചു. ഏതായി മീഡിയ വണ്ണ്? ഈ UDF ഭരണത്തിലേറാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം എന്ത് പണി? സോഷ്യൽ മീഡിയ പ്രൊമോഷനും കാര്യങ്ങളും മീഡിയ പ്രൊമോഷനും ഒക്കെ നടത്തിയിരുന്ന മീഡിയ വണ്ണ് ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മീഡിയ വണ്ണിൻ്റെ സൈറ്റിൽ കയറാം, ഫേസ്ബുക്ക് പേജിൽ കയറാം, എന്നിട്ട് ഫോട്ടോസ് ഉണ്ടാവും, അതിലടിക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ പി.കെ. ബഷീർ സാഹിബിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഈ വാർത്ത ഉണ്ടാവും. അതിൻ്റെ കമൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ സൈറ്റിക്ക് പോകാൻ പറ്റും. പ്രമേയത്തിൽ പി.കെ. ബഷീറിനും കോളേജ് മാനേജ്മെൻറ്റിനുമെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. ലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ള കോളേജ് ആണിത്. പാണക്കാട് ബഷീർ അലി തങ്ങളാണ് കോളേജിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. കോഴ വാങ്ങിയ സംഭവത്തിൽ യൂത്ത് ലീഗ് നേരത്തെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇനിയും കോഴ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തർ പറയുകയാണ് എനിക്ക് കുറ്റം മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. മന്ത്രിക്കെതിരെ പ്രമേയം പാസാക്കി എതിർത്ത ലീഗ് ചെയ്തത് നല്ലതും, അത് വാർത്ത കൊടുത്ത് ഞങ്ങൾ കുറ്റം കണ്ടെത്തി. എന്ത് രാഷ്ട്രീയങ്ങൾക്കൊക്കെ ഉള്ളത് വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് പച്ചത്തെറി വിളിക്കുക. ഞാനത് സത്യത്തിൽ അതൊരു വാർത്തയായിട്ട് അങ്ങനെയാണ് പോട്ടെ എന്ന് കരുതി. അപ്പോൾ ബലി മറ്റേ തെറിവിളിയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായതുകൊണ്ട് എന്നാൽ പിന്നെ അതൊന്നാണ്ട് അല്ല അനായാസേന ഒന്നാണ്ട് തരത്തിലാണ് വിളിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവരുടെ രാഷ്ട്രീയ ചിന്തകൾ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ. ആ ഒരു പ്രയാസത്തെ മനസ്സിലാക്കി, ആ കെടുകാര്യസ്ഥതയെ മനസ്സിലാക്കി മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ ആ ഒരു പ്രവർത്തകർ പ്രമേയം പാസ്സാക്കാനും എതിർക്കാനും ഒക്കെ ഇറങ്ങിയത്, മുഖം നോക്കാതെ ഇറങ്ങിയത്, അവർക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും പ്രതികരണ ശേഷിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഏതായാലും അതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതല്ലാതെ യാസർ പൂക്കോട്ടുംപാടം അല്ലെങ്കിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന SDPI സുഡാപ്പി എന്നുള്ള SDPIൻ്റെ ആൾക്കാരൊക്കെ പാടം ഉണ്ടാക്കിയ ഒരു എന്താ പറയുക പൊള്ളയായ വാർത്തയും, അങ്ങനെ പൊള്ളയായ വാർത്ത നിർമ്മിച്ച് രാഷ്ട്രീയം പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതാണ് വാർത്ത. നിങ്ങൾക്ക് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലായാലും ഏറ്റവും നല്ലത് മനസ്സിലാകാത്ത മാതിരി നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഇതിനൊക്കെ താങ്ങണമല്ലോ. ഇതിപ്പോൾ അവനാൻ്റെ പോക്കറ്റിൽ നിന്ന് 50,000 റുപ്യ അവനാൻ്റെ കുട്ടിനെ പഠിപ്പിച്ചാൻ വേണ്ടിയാണ് കൊടുക്കുമ്പോഴേ നമുക്ക് ഇതിങ്ങനെയാണോ എന്ന് തോന്നുന്നത് വരെ ഇത്തരം സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞതുപോലെ നടിക്കരുത്. ഏറ്റവും സുഖമുള്ള കാര്യം അതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഞാനുണ്ടാക്കിയ വാർത്തയല്ല, ഇത് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പി.കെ. ബഷീർ സാഹിബിനെതിരെ പ്രമേയവുമായി രംഗത്ത് വന്ന വാർത്തയാണ്. ആ വാർത്ത എല്ലാവരെ പോലെയും നമ്മളും നൽകിയെന്ന് മാത്രം. അതിന് ഇന്നോട് തൂങ്ങിച്ചാകാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അങ്ങനെ മരിച്ചാനൊന്നും തീരുമാനിച്ചില്ല. എൻ്റെ ആയുസ്സെത്തുമ്പോൾ പടച്ച റബ്ബി എവിടുന്നാണോ എൻ്റെ കള്ളാവ്, ആ കള്ളാവ് അനുസരിച്ച് ഞാൻ തിരിച്ചു പോകും. അതിപ്പോൾ ഞാനും പോവും, ഇന്നെ തെറി വിളിച്ച് നിങ്ങളും പോവും, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കണ എല്ലാവരും പോവും, എല്ലാ സുജായികളും പോവും. അപ്പോഴും
എന്തുണ്ടാകണം? ഈ പ്രമേയം പാസ്സാക്കിയ ആൾക്കാരെന്നും നിങ്ങൾ ആരും ഒന്നും പറയരുത്. ഇത് വാർത്ത കൊടുക്കണമല്ലോ മാത്രം, രാഷ്ട്രീയം നോക്കിയിട്ട് ഇങ്ങനെ തെറിയൊക്കെ വിളിച്ച് നല്ല തോന്നിയാസൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. ഏതായാലും അടിപൊളിയാണ് നമ്മളൊക്കെ രാഷ്ട്രീയ ബോധം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുക.